ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷഹുമ ഹമീദ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹെന്ന മേക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് കാണിക്കുന്നത്. ഇതിലെങ്ങനെയാണ് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുക, എങ്ങനെയാണ് കോൺ ഫോൾഡ് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കണം. ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 100 ഗ്രാം രാജസ്ഥാനി ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ അതായത് 30 ml എസെൻഷ്യൽ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിറ്റേ ദിവസം വരെ ആ ഒരു പേസ്റ്റ് സ്റ്റിക്കി ആയിട്ട് കയ്യിൽ തന്നെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊരു പേസ്റ്റ് രൂപത്തിലാവുന്ന വരെ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വെച്ചതിന് ശേഷം 8 to 12 മണിക്കൂർ നമ്മൾ ഡൈ റിലീസിനായിട്ട് വെക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ ഇറങ്ങുന്ന ഒക്കെ ഒരു പാർട്ട് അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചോക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പേസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ആ സമയത്ത് അത് കട്ടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഭയങ്കര ലൂസായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിക്കുന്ന പ്രോസസ്സിലൊക്കെ ഇതൊന്നുകൂടെ ഒന്ന് ലൂസായി വരും. അപ്പോൾ നമ്മൾ വെള്ളം പാകത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ആ ഷോക്സ് പുറത്തേക്ക് വലിച്ചെടുക്കുക. ആ സമയത്ത് ആ പേസ്റ്റ് ഉള്ളിലേക്ക് ആയി. ഇങ്ങനെ അരിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കോൺ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ ഒരു കോണിൻ്റെ ഷീറ്റ് എടുത്തതിന് ശേഷം സെലോഫെയിൻ ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ കുറച്ച് ഭാഗം ഒരു 2-3 സെൻറ്റിമീറ്റർ മാറിയിട്ട് നമ്മുടെ ഇടത് കൈൻ്റെ വിരൽ വെച്ച് കൊടുത്തിട്ട് വലത് കൈ വെച്ചിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കോണിൻ്റെ ഭാഗത്ത് ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും പിന്നോ കാര്യങ്ങളോ കുത്തി വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് ഉള്ളിൽ നിന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടൈറ്റ് ആയിക്കോളും. പിന്നീട് ഈ കോണായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കോൺസൊക്കെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നീളത്തിലാണ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് വീതിയിലാണ് കോൺസ് ഉണ്ടാവാറ്. പക്ഷേ അപ്പോൾ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇതുപോലത്തെ കോൺസാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കോൺസിൽ ഓരോന്നിലും പേസ്റ്റ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ്. 21 grams ആണ് 40 rupees കോൺസിന് കൊടുക്കുന്നത്. നമ്മൾ 50 rupees ഒക്കെ ആണെങ്കിൽ 30 grams വരെ നമുക്ക് കോൺസിൽ ഫില്ല് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മളിങ്ങനെ 2 സൈഡിലും കോണായിട്ട് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അത് പ്രസ് ചെയ്ത് നമ്മുടെ ബാക്കിലെ പോർഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോണിലെ പേസ്റ്റൊക്കെ താഴേക്ക് വന്നോളും. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് താഴേക്ക് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് 2 സൈഡിലേക്കും അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ റൗണ്ടായിട്ട് 2 റൗണ്ടിൽ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷനിൽ നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് അമർത്തിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലേക്കും എന്നിട്ടാണ് പിന്നെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോയിലുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത്ര ബുദ്ധിമുട്ടുള്ളൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റത്തെ 1-2 ചെയ്യുന്ന സമയത്ത് അത് അത്രയും കറക്റ്റായിട്ട് വരില്ല. പിന്നെ അത് നമ്മൾ ചെയ്ത് റെഡി ആവുന്ന സമയത്താണ് കറക്റ്റായിട്ട് ആ ടേപ്പ് ഒട്ടിച്ച ഭാഗമൊക്കെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ വൃത്തിയാവുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റിലായിട്ട് നമ്മൾ ആ കോണിൻ്റെ എൻഡ് പോർഷനിൽ ഒരു ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. അതിലൂടെ പേസ്റ്റ് ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് ഫസ്റ്റ് തന്നെ എല്ലാം കറക്റ്റായിട്ട് വരില്ല. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 50 grams വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 30 grams ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കുക. ഏത് കൺസിസ്റ്റൻസിയിലാണ് കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത്. കാരണം ഓരോ പൗഡർ നമ്മൾ ഓരോ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കുമല്ലോ മേടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ആദ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം പിന്നീട് ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതിനായിട്ട് ബിഗിനേഴ്സ് കിറ്റൊക്കെ കുറേ പേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതിലേതെങ്കിലും ചൂസ് ചെയ്തിട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നീട് ബൾക്കായിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുള്ളായിട്ട് ടേപ്പ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പിന്നെ നമ്മുടെ ലോഗോ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൽ സ്റ്റിക്കർ ഞാൻ ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അത് PVCയിൽ പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിൽ 4 സെൻറ്റിമീറ്റർ, പക്ഷേ 4 സെൻറ്റിമീറ്റർ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. 3 സെൻറ്റിമീറ്റർ മതി, അതാണ് കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാനുണ്ടാവുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെന്ന ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ വരുന്നത്. ഷേഹ ഹെന്ന എന്നാണ് പേര്. അപ്പോൾ നമ്മൾക്ക് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് അത് നനഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്കർ അത്രയും സ്റ്റിക്കി ആയിട്ട് അതിൽ നിൽക്കില്ല. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് ഹെന്ന പേസ്റ്റ് മേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കോൺ ഫോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.